അപ്പോൾ ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ ചെയ്യുന്നതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഒന്ന് രണ്ട് സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ആവശ്യമായിട്ട് നമുക്ക് വേണ്ട ഫോട്ടോസ് ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഏതെങ്കിലും ക്രോം ബ്രൗസറിലോ മറ്റോ പോയിട്ട് നമുക്ക് പേപ്പർ എന്ന് പറഞ്ഞിട്ട് പേപ്പർ PNG എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ കുറച്ച് എഫക്റ്റുകളൊക്കെ കിട്ടും. അതിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു എഫക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. ഇതുപോലെ നമുക്ക് ഒരുപാട് PNG ഫയലുകൾ നമുക്ക് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ ആ ഒരു ഏതാണോ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളതിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഞാനിപ്പോൾ ഓൾറെഡി ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മൾ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിറിക്കൽ വീഡിയോസ് കിട്ടും. അതായത് ബ്ലാക്ക് ഏത് പാട്ടാണോ നമുക്ക് വേണ്ടത് ആ പാട്ടിൻ്റെ നെയിം അടിച്ചിട്ട് ബ്ലാക്ക് ലിറിക്കൽ വീഡിയോ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വീഡിയോസും കിട്ടുന്നതായിരിക്കും. അതിനുശേഷം ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മളിവിടെ വീഡിയോസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് പോകുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ 2 ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്യാൻവാസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ 9:16 ആക്കുന്നു. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് എത്ര ഡ്യൂറേഷൻ വേണമെന്നുള്ളത് നമ്മൾ ഇതുപോലെ ഈ സൈഡിൽ വലിച്ച് നീട്ടിക്കൊണ്ട് നമുക്ക് അതിൻ്റെ ഡ്യൂറേഷൻ കറക്റ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഇവിടെ നമ്മൾ PIP എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അടുത്ത ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ 2 ഫോട്ടോ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ആദ്യം സെലക്ട് ചെയ്ത ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ വലിച്ചു വെക്കുന്നു. അതിനുശേഷം PIP എന്ന് പറയുന്ന ഓപ്ഷനിലുള്ള ഫോട്ടോയെ നമ്മൾ സെലക്ട് ചെയ്യുക. അതും നമ്മൾ ഏകദേശം സ്വല്പം വലിച്ചിട്ട് ഇങ്ങനെ വെക്കുന്നു. എന്നിട്ട് ഇത് നമ്മൾ മറ്റേ ആദ്യത്തെ ആ ഒരു ഫോട്ടോയുടെ ഡ്യൂറേഷനിലേക്ക് കൊണ്ടുവച്ചു. എന്നിട്ട് നമ്മൾ ഈ ഫസ്റ്റ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഒരു കീ ഫ്രെയിമിൻ്റെ ഒരു സിമ്പിൾ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഫസ്റ്റ് ഫോട്ടോ നമ്മളിങ്ങനെ വെക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ സെൻട്രലായിട്ട് വന്നിട്ട് ഈ ഫോട്ടോ നമ്മൾ ഇങ്ങനെ വെക്കുന്നു. അതിനുശേഷം എൻഡിൽ കൊണ്ടുവന്നിട്ട് ഫോട്ടോ വീണ്ടും നമ്മൾ ആദ്യം വെച്ചതുപോലെ വെക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫോട്ടോ നമുക്ക് ഇങ്ങനെ പ്ലേ ആകുന്ന കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഈ PIP എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ രണ്ടാമത്തെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഫോട്ടോയിൽ ഇവിടെ നമ്മൾ കീ ഫ്രെയിം എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് നമ്മൾ ഈ എൻഡിലേക്ക് നമുക്ക് ഇച്ചിരി സൂം ചെയ്ത് വെക്കാം. സൂം ചെയ്തിട്ട് നമ്മൾ ഈ എൻഡിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം നമ്മൾ മറ്റേ ഫോട്ടോയിലെ സെൻറ്റർ എവിടെയാണോ വെച്ചത് നോക്കുക. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു കീ ഫ്രെയിം അവിടെ കാണാൻ സാധിക്കും ഗ്രീൻ കളറിൽ. നമ്മൾ ആ PIP ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ രണ്ടാമത്തെ ലെയറിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് കീ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഫോട്ടോയെ ഈ എൻഡിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം ഇങ്ങനെ എൻഡിൽ കൊണ്ടുപോയതിന് ശേഷം നമ്മൾ ഈ ഫോട്ടോ ഇങ്ങനെ എൻഡിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം നമ്മൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഫോട്ടോ ഇങ്ങനെ നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ PIP എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ ക്രോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഇമേജ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇത് വലുതാക്കി വെക്കുന്നു. അതിനുശേഷം ഇവിടെ നമുക്ക് ബ്ലെൻഡ് എന്ന് പറയേണ്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മുടെ ആ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മളതും ഈ ഒരു വീഡിയോയുടെ ലെങ്തിലേക്ക് ഡ്യൂറേഷനിലേക്ക് നമ്മൾ കൊണ്ടുവെക്കുന്നു. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോയാണ് നമുക്ക് ലിറിക്കൽ വീഡിയോ ഇതിലേക്ക് കൊണ്ടുവന്നു. അതിനായിട്ട്
ഞാൻ ഈ വോളിയം ഒന്ന് കുറയ്ക്കുകയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ കോപ്പി റൈറ്റ് വരും പാട്ടിന്. PIP എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും PIPയുടെ ഒരു ഓപ്ഷൻ വരും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ലിറിക്കൽ വീഡിയോ ഇപ്പോൾ ലിറിക്കൽ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്, കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഈ ഓപ്ഷൻ ഇങ്ങോട്ട് നീക്കുമ്പോൾ ഇവിടെ ബ്ലെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇതിലിപ്പോൾ കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പം നമുക്ക് ആ ലിറിക്സ് മാത്രം അവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മളൊന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരുന്നതായിരിക്കും. അത് വേണമെങ്കിൽ നമുക്ക് ഈ ക്ലിക്ക് ചെയ്തിട്ട് ആരോയിലൊന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലുതാക്കി വെക്കാൻ സാധിക്കും. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കാം. കണ്ടില്ല. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ എഫക്ട്സുകൾ ആഡ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ എഫക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഓപ്ഷനിൽ എഫക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും എഫക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെതർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ താഴെ വരുന്നതായിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഏതാണോ വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരെണ്ണം സെലക്ട് ചെയ്തു. ഇപ്പോൾ കണ്ടില്ലേ, അത് നമുക്കിങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഫുള്ളായിട്ട് വലിച്ച് വെക്കാം. വെച്ചിട്ട് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.